യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പ്രധാന കേസിലാണ് ജാമ്യം ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേർന്നുണ്ട്. അഖിൽ, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്? കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ടോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലുള്ള 3 കേസുകളിൽ, അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത 3 കേസുകളിലാണ് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിലവിലെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള CGF കോടതിയിൽ പരിഗണിക്കുന്ന ജാമ്യാപേക്ഷ അത് അല്പസമയത്തിനകം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന ബെയിൽ ആപ്ലിക്കേഷനാണ് കോടതിക്ക് മുമ്പാകെ രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാരണം ബെയിൽ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അസുഖമാണ്, സുഖമില്ലായ്മയാണ് എന്ന തരത്തിൽ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മാനനഷ്ട കേസ് പോലും രാഹുൽ മാങ്കൂട്ടം നിലവിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിലവിലത്തെ സാഹചര്യത്തിൽ 3 കേസുകളിൽ, അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ 3 കേസുകളിലാണ്, അതായത് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ 3 FIR രജിസ്റ്റർ ചെയ്തതിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതിൽ പൊതുമുതൽ നശീകരണം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ സംഘം ചേരൽ, പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകൽ, ഇങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. ഈ കേസുകളിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത DGP ഓഫീസിലെ മാർച്ചുമായി ബന്ധപ്പെട്ട് ആ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നതാണ് വിഷ്ണു മനസ്സിലാക്കുന്നത്. അഖിൽ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സർക്കാരിന്റെ തലത്ത് നിന്ന് പല സമ്മർദ്ദങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഏത് വിധേനയും പുറത്തിറങ്ങാതിരിക്കണം എന്നുള്ള തലത്തിൽ പല സമ്മർദ്ദങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച എല്ലാ സമയത്തും പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നൊരു നിലപാട് തന്നെയാണ് വിഷ്ണു സ്വീകരിച്ചിരുന്നത്. അതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത്, പോലീസ് കൃത്യമായ ഒരു മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുലാണ് ഈ അക്രമ പരമ്പരകൾക്ക്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമ പരമ്പരകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത് എന്നതാണ് പോലീസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം. ആ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ ജാമ്യം നൽകരുതെന്ന ഒരു നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകൻ ആവർത്തിച്ച് രാഹുലിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സമയത്താണ് അത് പരിഗണിക്കണം എന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചത്. എന്തായാലും സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ 3 കേസുകളിൽ നിലവിൽ കോടതിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതൃത്വവും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. വിഷ്ണു.